ഇവിടെ എന്ന് വെച്ചാൽ മഴണ്ട് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റണില്ല. ഉള്ള അയക്ക് കക്കൂസ് വേസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കക്കൂസ് വേസ്റ്റ് ശരിക്കും കക്കൂസ് വേസ്റ്റിന്റെ ഇതടക്കം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ്റും, ഭയങ്കര സ്മെല്ല. എന്താ സ്മെല്ലായാലും ഇവിടെ ആൾക്കാരെ കയറാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ വളാഞ്ചേരിന്ന് ഈ വെള്ളം ആ തിരൂർ റോട്ടിൽ നിന്നാണ് വരുന്നത്. അത് വളരെ എന്ത് വെള്ളമാണെന്നും അറിയില്ല. കയ്യും കാലൊക്കെ അതിലായി കഴിഞ്ഞാൽ ഒരു ചൊറി. അല്ല, മഴ പെയ്താലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയാലാണ് ഇവര് തുറന്നു വിടുന്നത്. എന്തായാലും ഈ ഭാഗത്ത് പെരിന്തൽമണ്ണ റോഡിൽ നിന്നാണ് അത് വരുന്നുള്ളത്. മഴവെള്ളത്തിന്റെ കൂടെ മാർക്കറ്റ് തുറന്നു വിടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ. നമസ്കാരം. ഇപ്പോൾ സമയം 9:24 രാത്രി. ഈ സമയത്ത് വീണ്ടും മൈക്കമായി രംഗത്ത് ഇറങ്ങിയതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുന്നെയാണ് ഐറിസ് പദ്ധതി എന്ന പേരിൽ വളാഞ്ചേരിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചത്. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡുകളിലാണ് ഐറിസ് പദ്ധതി നിലവിൽ വന്നത്. അതിനുശേഷം ഒരു കാലയളവിന് ശേഷമാണ് വീണ്ടും വളാഞ്ചേരി നാറി തുടങ്ങുകയാണ്. ഒരു മഴ പെയ്താൽ, ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വളാഞ്ചേരിയിലെ നാറ്റം അസഹീനമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ റോഡിന്റെ അരികിലൂടെ പോകുന്ന ഒഴുക്ക് വെള്ളം, പ്രത്യേകിച്ച് കറുത്ത കളറുള്ള ഒഴുക്ക് വെള്ളമാണ് മാർക്കറ്റിൽ നിന്നാണ് വരുന്നതെന്ന് ചില ആളുകൾ പരാതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരൂർ റോഡിൽ നിന്നുള്ള ഹോട്ടലുകളിൽ നിന്നാണെന്നും പരാതി പറയുന്നുണ്ട്. എന്തായാലും വളാഞ്ചേരിയിൽ ഈ മഴ കഠിനമായ മഴ പെയ്യുന്ന സമയത്ത് വളാഞ്ചേരിയിലൂടെ മൂക്കുപൊത്തി വേണം നടക്കാനെന്നാണ് ഇവിടെ നാട്ടുകാരും കച്ചവടക്കാരുടെ അഭിപ്രായം. നമ്മൾ നേരെ കച്ചവടക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ എന്ന് വെച്ചാൽ മഴണ്ട് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റണില്ല. ഉള്ള അയക്ക് കക്കൂസ് വേസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കക്കൂസ് വേസ്റ്റ് ശരിക്കും കക്കൂസ് വേസ്റ്റിന്റെ ഇതടക്കം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്ര ഭയങ്കര സ്മെല്ലായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ കച്ചവടത്തിന് കസ്റ്റമർ വന്നാൽ ഇറങ്ങി പോവുകയാണ് ഈ സ്മെല്ല് കാരണം. എവിടുന്ന എന്താണെന്നൊന്നും അറിയണില്ല. മഴണ്ട് പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തുറന്നു വിടുകയാണ്. അതൊന്ന് പിന്നെ ശരിയാക്കണം. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ പട്ടാമ്പി റോട്ടിലുള്ള എല്ലാ കച്ചവടക്കാരെയും അവസ്ഥ തന്നെയാണ്. ശരി ശരി സാറി, എന്താണ് മഴ പെയ്താൽ? ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മണം വരുന്നുണ്ട്, വെള്ളം ഒലിച്ചു പോകുമ്പോ. അത് മഴ പെയ്താൽ മാത്രമേ ഉള്ളൂ. മഴ പെയ്താൽ എവിടുന്ന വരുന്നതെന്ന് അറിയില്ല. എന്താണ് മഴ പെയ്താൽ വളാഞ്ചേരി? മഴ പെയ്ത് കഴിഞ്ഞാൽ വളാഞ്ചേരിന്ന് ഈ വെള്ളം ആ തിരൂർ റോട്ടിൽ നിന്നാണ് വരുന്നത്. അത് വളരെ എന്ത് വെള്ളമാണെന്നും അറിയില്ല. കയ്യും കാലൊക്കെ അതിലായി കഴിഞ്ഞാൽ ഒരു ചൊറി. മഴ പെയ്താൽ വളാഞ്ചേരി നാറുണ്ട്. എന്താണ് വിഷയം? വെള്ളം ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോണേ. എവിടുന്നാണ് വെള്ളം അതറിയാം, അത് വേസ്റ്റാ തോന്നുന്നു. ഈ മഴ പെയ്താൽ മാത്രമേ ഉള്ളൂ. മഴ പെയ്ത് അവിടെ നിൽക്കാൻ പറ്റും, ഭയങ്കര സ്മെല്ല. എന്താ സ്മെല്ലായാലും ഇവിടെ ആൾക്കാരെ കയറാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ആൾക്കാർ കയറാൻ സ്മെല്ലോട്ട് അത് എവിടുന്നാലും അറിയില്ല. അവിടെ നിന്ന് മഴ പെയ്താൽ അപ്പോൾ ഭയങ്കര സ്മെല്ല് എപ്പോഴും ഉണ്ടായി. കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം മാറിയതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം എപ്പോൾ മഴ ചെയ്താലും സ്മെല്ല് വരും. ഭയങ്കര ബുദ്ധിമുട്ട്. ആൾക്കാർ കയറാൻ പറ്റുക, ആൾക്കാർ ഇറങ്ങി പോവുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്താലേ വളാഞ്ചേരി നാറുണ്ട്. മഴവെള്ളത്തിന്റെ കൂടെ മാർക്കറ്റ് തുറന്നു വിടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ. ഇവിടെ ആ സമയത്ത് വല്ലാതെ ദുർഗന്ധമുണ്ട്. മഴ പെയ്താലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയാലാണ് ഇവര് തുറന്നു വിടുന്നത്. എന്തായാലും ഈ ഭാഗത്ത് പെരിന്തൽമണ്ണ റോഡിൽ നിന്നാണ് അത് വരുന്നുള്ളത്. ഇവിടെ പിടിക്കാൻ എളുപ്പമാണ്. മഴ ഉള്ളപ്പോഴാണ് ഇത് തുറന്നു വിടുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം വളാഞ്ചേരി ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനൊരു നടപടിയില്ല. ഈ വെള്ളം കറുത്ത വെള്ളം അത് മാർക്കറ്റിൽ നിന്നുള്ള വെള്ളമാണ്. എന്താണ് വളാഞ്ചേരി മഴ പെയ്താന്ന് പറഞ്ഞത്? മഴ പെയ്താൽ നാറ്റം ഒരുപാട് കാലമായിട്ടുള്ളതാണ്. നമ്മളതിന് അവിടെ മാർക്കറ്റിൽ കോംപ്ലക്സിൽ നിന്നുള്ള മലിനജലാണത്. അത്
മത്സ്യത്തിന്റെ മാർക്കറ്റിൽ നിന്നുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നുള്ളത്. കാലും പിന്നെ യാത്രക്കാരുടെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. അതിനെതിരെ മുനിസിപ്പാലിറ്റിയാണ് നടപടി എടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ നാട്ടുകാരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. വീണ്ടും വളാഞ്ചേരിയെ നാറ്റി തുടങ്ങുന്ന അല്ലെങ്കിൽ നാറ്റിച്ചു തുടങ്ങുന്ന ഈ അവസ്ഥ എന്താണെന്ന് അധികാരികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും കാലവർഷം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കഠിനമായ മഴ ഉണ്ടാവുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി നാറി തുടങ്ങിയിരിക്കുന്നു. പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് ഈ വിഷയം ഞങ്ങൾ വിടുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ശക്തമാക്കുമെന്ന പ്രതീക്ഷയോടെ 3 മാക്സ് ലൈവിന് വേണ്ടി സൈഫുദ്ദീൻ പാടത്ത്.